ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ദ 3 L's ഓഫ് എംപവർമെന്റ് എന്നുള്ള നമുക്ക് പഠിക്കാനായിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So without any delay, let's start the session and I'm here, Shweta, along with you. Okay. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. The 3 L's of Empowerment, a speech delivered by Christine Lagarde. ഓക്കെ. ഈ സ്പീച്ച് ക്രിസ്റ്റീൻ ലഗാർഡ് ആണ് ഡെലിവർ ചെയ്യുന്നത്. അവര് വാഷിംഗ്ടൺ DC നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് മെയ് 19, 2014 ആണ് ഈ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു സ്പീച്ചിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ക്രിസ്റ്റീൻ ലഗാർഡിനെ ഒന്ന് പരിചയപ്പെടാം. സോ അബൌട്ട് ദ ഓഥർ ക്രിസ്റ്റീൻ ലഗാർഡ്. ക്രിസ്റ്റീൻ ലഗാർഡ് ജനിക്കുന്നത് January 1, 1956 പാരീസിലാണ്. ഓക്കെ. പാരീസിൽ 1 January 1956 ക്രിസ്റ്റീൻ ലഗാർഡ് ജനിക്കുന്നു. ക്രിസ്റ്റീൻ ലഗാർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് എ G8 എക്കണോമി എന്നുള്ളതാണ്. ഒരു G8 എക്കണോമിയുടെ വുമൺ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള രീതിക്ക് ആദ്യമായിട്ട് ആ ഒരു പൊസിഷനിൽ എത്തുന്നത് ക്രിസ്റ്റീൻ ലഗാർഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ IMF അല്ലെ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതിന്റെ ആദ്യത്തെ വുമൺ ഹെഡ് ആയിട്ട് വരുന്നത് ക്രിസ്റ്റീൻ ലഗാർഡ് തന്നെയാണ്. ഓക്കെ. ഇനി ഈ ഒരു സ്പീച്ച് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള ഒരു മിഷൻ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഓക്കെ. എന്തായിരുന്നു അത്? ഇറ്റ് ഈസ് ടു ഓപ്പൺ ഡോർസ് ടു വിമൻസ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അതാണ് ഈ ഒരു സ്പീച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ വി നീഡ് ടു നോ she is the champion of women's learning, labor and leadership in the economic field. Okay, economic ഫീൽഡിൽ സ്ത്രീകളുടെ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ക്രിസ്റ്റീൻ ലഗാർഡ്. Okay, and she was the one who advocated for eliminating gender gaps in economic participation too. Okay, economic participationൽ ജെൻഡർ ഗ്യാപ്സ് ഇല്ലാതാക്കാനായിട്ട് അവരുടെ ശബ്ദമുയർത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഷീ അഡ്വക്കേറ്റഡ് ഫോർ ദ സെയിം. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് സ്പീച്ച്? ഈ ഒരു പർട്ടിക്കുലർ സ്പീച്ച് നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാഷിംഗ്ടൺ DC 19th May 2014, ഓക്കെ, 2014 മെയ് 19 അവര് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്രിസ്റ്റീൻ ലഗാർഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. Now let us start with the introduction and also let us be familiarized with the context of this particular speech. Okay. ഇപ്പൊ ഇവിടെ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്ന കാര്യം ഇതാണ്: The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. Okay. ഇപ്പൊ 21ാമത്തെ നൂറ്റാണ്ട് അല്ലെ, 21st century എടുത്ത് നോക്കുന്ന സമയത്ത് പല ചാലഞ്ചസും നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെ നേരിടാനായിട്ട് നമുക്ക് പുതിയ രീതിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ലഗാർഡ് പറയുന്നത്. ഓക്കെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? ഇക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പം ജീവിക്കുന്നത് ടെക്നോളജിക്കലി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ്. അപ്പൊ ഇങ്ങനെ റാപ്പിഡ്ലി ചേഞ്ച് ആകുന്ന ഒരു ലോകത്ത് വിമന്റെ എക്കണോമിക് റോൾ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. ബട്ട് വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ഓക്കെ. അപ്പം സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്തുകൊണ്ട്, തന്റെ കാലിബർ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നു when it comes to nation building and also economic prosperity എന്നുള്ളതാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. ഓക്കെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ വളരെ കാലിബർ ഉള്ള ആളുകളാണ് സ്ത്രീകൾ.
പക്ഷെ അവരുടെ ആ ഒരു കാലിബറോ അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ട്രൂ പൊട്ടൻഷ്യലോ ഒന്നും തന്നെ അവർക്ക് കൃത്യമായിട്ട് റിയലൈസ് ചെയ്യാനോ ഇവൻ റിവീൽ ചെയ്യപ്പെടാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഓവറോൾ തീം ഓഫ് ദിസ് പെർട്ടിക്കുലർ സ്പീച്ച്? ഓബ്വിയസ്ലി ഇറ്റ് ഇസ് വിമൻസ് എംപവർമെന്റ്. ഓക്കെ, സ്ത്രീകളുടെ ശാക്തീകരണത്തെ കുറിച്ച് തന്നെയാണ് ഈ ഒരു സ്പീച്ചിലുടനീളം ലഗാർഡ് സംസാരിക്കുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ജോണർ, ഇറ്റ് ഈസ് a persuasive speech. Okay, അപ്പൊ എന്തിനെയാണ് നമ്മൾ പെർസുവേസീവ് സ്പീച്ച് എന്ന് പറയാ? നമ്മൾ സംസാരിക്കുന്നു, ആ സമയത്ത് ഓഡിയൻസ് നമ്മളെ കേൾക്കുന്നു, അല്ലെ? ഇപ്പൊ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിക്ക് അവരെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതിനായിട്ട് വളരെ ലൈക്ക് ബോധപൂർവമുള്ള ഇടപെടൽ ഉണ്ടാവുന്നു, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, വാക്കുകളിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒന്നിനെയാണ് നമ്മൾ പെർസുവേസീവ് സ്പീച്ച് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദിസ് കംസ് അണ്ടർ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം യൂണിറ്റ് നമ്പർ 1 ആൻഡ് ദിസ് വാസ് ഡെലിവേർഡ് അറ്റ് NDI വാഷിംഗ്ടൺ DC. ഓക്കെ, ഇനി എന്താണ് ഈ സ്പീച്ചിന്റെ കീ മെസ്സേജ് എന്ന് പറയുന്നത്? വിമൻ റെപ്രസെന്റ് ഹാഫ് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ബട്ട് contribute far less than 50% of economic activity. ഇതാണ് ഇതിലെ മെയിൻ കോർ ആയിട്ടുള്ള ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ സ്ത്രീകൾ ലോകത്തിലെ ആ ഒരു പോപ്പുലേഷൻ അല്ലെ, ജനസംഖ്യ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഏതാണ്ട് ഹാഫ് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ വരും, അല്ലെ? ലോക ജനസംഖ്യയിലെ പകുതിയിലധികം ആരാണ്? ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളാണ്. പക്ഷേ എക്കണോമിക് ആക്ടിവിറ്റി എടുക്കുന്ന സമയത്ത് അതിൽ 50% മാത്രമാണ്, അല്ലെങ്കിൽ 50% താഴെ മാത്രമാണ് സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ലഗാർഡ് calls for concerted effort to change this through the 3 L's. Okay, അപ്പൊ ഈ ഒരു ഗ്യാപ്പ് in the economic activity when it comes to the contribution of men and women, അല്ലെ? അപ്പൊ അത് ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കുന്നതിനായിട്ട് ലഗാർഡ് നിർദ്ദേശിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ 3 L's എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരുമിച്ചുള്ള എഫേർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ഓരോരുത്തരും എഫേർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് നമ്മൾ ഓരോരുത്തരും ലൈക്ക് സ്ത്രീ ശാക്തീകരണത്തിലൂടെ ഈ 3 L'സിലൂടെ ഓക്കെ എംപവർ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് 3 L'സിനെ കുറിച്ച്, 3 L's ഓഫ് വിമൻ എംപവർമെന്റിനെ കുറിച്ച് ലഗാർഡ് സംസാരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ L ആണ് ലേണിംഗ്. ഓക്കെ, അപ്പൊ ലേണിംഗ് എങ്ങനെയാണ് 3 L'സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽറ്റ്. ഇതാണ് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ദാറ്റ് വി നീഡ് ടു നോട്ട്. ഓക്കെ, എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽറ്റ്. അപ്പം നമുക്കറിയാം ഒരു വീട് അല്ലെ കൃത്യമായിട്ട് ശക്തിയോടുകൂടി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ അല്ലെ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം. isn't it? അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിൽ ഏതൊരു തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിലും അതിന് ഫൗണ്ടേഷൻ ആയിട്ട് പ്രവർത്തിക്കേണ്ടത് എഡ്യൂക്കേഷൻ തന്നെയാണ്, വിദ്യാഭ്യാസം തന്നെയാണ് എന്ന് ഇവിടെ ലഗാർഡ് പറയുന്നു. ഓക്കെ, ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ് ദെംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഓക്കെ, സ്ത്രീകൾ ഈ എഡ്യൂക്കേഷൻ നേടുന്നതിലൂടെ ഓക്കെ ശക്തരാവുന്നു, അവരുടെ ആ ഒരു എക്സ്ക്ലൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെയിൻസ് അല്ലെ ബ്രേക്ക് ചെയ്യാനായിട്ട് അവരെ ലേണിംഗ് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തപ്പെടൽ അല്ലെ, അപ്പൊ ആ മാറ്റി നിർത്തപ്പെടലിന്റെ ആ ഒരു ചങ്ങലക്കണ്ണികളെ പൊട്ടിച്ചെറിയാൻ സ്ത്രീകളെ ലേണിംഗ് അഥവാ വിദ്യാഭ്യാസം സഹായിക്കുന്നു എന്നാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ആഫ്രിക്കൻ എഡേജിനെ കുറിച്ച് ലഗാർഡ് പറയുന്നുണ്ട്. If you educate a boy, you train a man. If you educate a girl, you train a village എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഈ ആഫ്രിക്കൻ അഡേജ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഈ ആഫ്രിക്കൻ അഡേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്ച്വലി ക്രിസ്റ്റീൻ ലഗാർഡ് യൂസസ് ഇറ്റ് ടു സ്ട്രെസ് ദാറ്റ് investing in girls education has a much wider impact on society. ഓക്കെ, അപ്പം നമ്മൾ ഗേൾസിന്റെ എഡ്യൂക്കേഷന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് സൊസൈറ്റിയിൽ ഒരു വൈഡർ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ബിക്കോസ് എഡ്യൂക്കേറ്റിംഗ് വിമൻ ഹെൽപ്സ് റെഡ്യൂസ് പോവർട്ടി, പ്രൊമോട്ട്സ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ലീഡ്സ് ടു സ്ട്രോങ്ങർ ഹെൽത്തിയർ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, നമ്മളൊരു ബോയിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മെയിൻലി ബെനിഫിറ്റ്സ് 1 person ഓൺലി. ഓക്കെ, പക്ഷെ
ഗേളിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബെനിഫിറ്റ്സ് ഹെർ എൻറ്റയർ ഫാമിലി ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു. വൈ? Because educated women are more likely to improve the health, education and well-being of their children and communities. Okay, ഇതാണ് if you educate a boy, you train a man. If you educate a girl, you train a village എന്നുള്ള അഡിജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, now അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് nowhere is this more essential than in the developing world എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വിമൻ എംപവർമെന്റ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എവിടെയാണ്? ഡെവലപ്പിംഗ് വേൾഡിലാണ് എന്ന് ലഗാർഡ് പറയുന്നു, അല്ലെ? സോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇവിടെ ലഗാർഡ് പറയുന്നത് ഇതാണ്, സി ഡെവലപ്പിംഗ് കൺട്രീസ് നീഡ് എഡ്യൂക്കേഷൻ ഫോർ വിമൻ മോസ്റ്റ് urgently. Okay, why? Because their economies suffer most from excluding women from learning. Okay, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടുതലും ഇക്കണോമീസ് സഫർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ കുറയുന്നത് വെൻ ഇറ്റ് കംസ് ടു ഇക്കണോമിക് ആക്ടിവിറ്റി, ഇസ്ന്റ് ഇറ്റ്? സോ ലഗാർഡ് പറയുന്നത് ഇതാണ്, ഡെവലപ്പിംഗ് വേൾഡിലാണ് കൂടുതൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ളത്, ഒരു ഏർജന്റ് ആയിട്ടുള്ള മാറ്റർ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. നൗ she also says there are certain policies needed in order to achieve this particular thing. Okay, see ഇവിടെ ലഗാർഡ് പറയുന്നത് എന്താണ്? She says education is the primary requirement for change. അല്ലെ, അത് ഏത് തരത്തിലുള്ള ചേഞ്ചും ആയിക്കോട്ടെ, അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ലേണിംഗ് ആണ്, isn't it? No social or economic progress is possible without learning. അല്ലെ, ലേണിംഗ് ഇല്ലാതെ ഒരു തരത്തിലുള്ള സോഷ്യൽ ആയിട്ടുള്ളതോ ഇക്കണോമിക് ആയിട്ടുള്ള പ്രോഗ്രസ് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് വിമൻസ് എംപവർമെന്റ്. ഓക്കെ, അപ്പം എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെ? അപ്പോ ഇവിടെ ഷാക്കിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെറ്റഫർ ഫോർ ഒപ്രഷൻ ആൻഡ് ഇഗ്നറൻസ്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ ഇത്തരത്തിലുള്ള ചേഞ്ചിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നു എന്നവർ പറയുന്നു. അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസിനാണ് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നു. വൈ? ബിക്കോസ് അത്തരത്തിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ ഇക്കണോമീസ് സഫർ ചെയ്യുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ് ഈസ് ദ എക്സ്ക്ലൂഷൻ ഓഫ് വിമൻ ഫ്രം ലേണിംഗ്. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു ആഫ്രിക്കൻ എഡിജിന്റെ കാര്യം പറഞ്ഞു, അല്ലെ? ഇറ്റ് ഷോസ് ദ മൾട്ടിപ്ലൈഡ് ഇമ്പാക്ട് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ഗേൾസ് എന്നുള്ളത് നമ്മൾ കണ്ടു, അല്ലെ? ഇപ്പൊ ഒരു എഡ്യൂക്കേറ്റഡ് വുമണിന് ഉറപ്പായിട്ടും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും എക്കണോമി, അല്ലെ, സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ എൻറ്റയർ എക്കണോമിയുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്ലിമെന്റ് പോളിസീസ് വിച്ച് ആർ നീഡഡ് ഫോർ ദിസ്, അല്ലെ? പോളിസീസ് ദാറ്റ് എൻകറേജസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് ഫോർ വിമൻ. ഓക്കെ, അപ്പൊ ഇതാണ് ലേണിംഗിനെ കുറിച്ച് ലഗാർഡ് ഇവിടെ പറയുന്നത്. Now let's move on to the second L, that is labor. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ മാത്രം പോരാ വിമൻ എംപവർമെന്റിന്, അല്ലെ? അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും വേണം. വിമൻ മസ്റ്റ് ഓൾസോ ബി അലൗഡ് ടു എൻറ്റർ ദ വർക്ക് ഫോഴ്സ് ആൻഡ് യൂസ് ദെയർ ലേണിംഗ് പ്രൊഡക്റ്റീവ്ലി, ഇസ്ന്റ് ഇറ്റ്? അല്ലെ, അപ്പൊ വിദ്യാഭ്യാസം മാത്രം കിട്ടിയാൽ പോരാ, അവരെ വർക്ക് ഫോഴ്സിൽ, അല്ലെ, അതിന്റെ ഭാഗമാവാനായിട്ട് അനുവദിക്കണം. അതുപോലെ തന്നെ അവരുടെ പഠിച്ചെടുത്ത എഡ്യൂക്കേഷൻ പ്രോഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ആ ഒരു സ്പേസും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. ഓക്കെ, സോ see when women participate in the workforce, they too often tend to get stuck in low paying, low status and low security jobs എന്നുള്ളതാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്, isn't it? See, work actually help women to grow, succeed and realize their full capabilities. Okay, ഇപ്പൊ ഒരു സ്ത്രീ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിക്കുമ്പോഴാണ്, അല്ലെ, അവർക്ക് വളരാനും അവർക്ക് വിജയിക്കാനും അതുപോലെ തന്നെ അവരുടെ ഫുൾ കേപ്പബിലിറ്റീസിനെ റിയലൈസ് ചെയ്യാനും സാധിക്കുന്നത്, isn't it? So without work education cannot be translated into empowerment എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പോ സ്ത്രീകൾ വർക്ക് ഫോഴ്സിൽ എൻട്രി ആണെങ്കിൽ കൂടി വിമൻ ആർ ഓഫൻ ട്രാപ്ഡ് ഇൻ ജോബ്സ് വിത്ത് ലിറ്റിൽ പേ, പ്രസ്റ്റീജ് ഓർ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ലോ സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റസ് കുറവുള്ള രീതിക്കുള്ള, ലോ പേയിങ് എന്ന് പറയുമ്പോൾ അധികം പൈസയൊന്നും കിട്ടാത്ത രീതിക്കുള്ള, അല്ലെ, അധികം ലൈക്ക് റെമ്യൂണറേഷൻ കിട്ടാത്ത രീതിക്കുള്ള ലോ സെക്യൂരിറ്റി ജോബ്സ് ആണ് കൂടുതലും സ്ത്രീകൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നൗ
Globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. Okay. ഇപ്പൊ ഇവിടെ പറയുന്നത് ആക്ച്വലി ഷീ സ്പീക്കിംഗ് അബൌട്ട് ദ പേ ഗ്യാപ്പ് അല്ലെ. അതായത് ദ ജെൻഡർ പേ ഗ്യാപ്പ് ഇസ് റിയൽ ആൻഡ് പെർസിസ്റ്റന്റ് എന്നുള്ളതാണ് ലഗാർഡ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ജോബ് ടൈപ്പും ഒക്കെ ഈക്വൽ ആണെങ്കിൽ കൂടി വിമൻ സ്റ്റിൽ ഏൺ 25% ലെസ് ദാൻ മെൻ എന്നുള്ളതാണ് ലഗാർഡ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ ക്ലിയർ എവിഡൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഇസ്ന്റ് ഇറ്റ്? അതായത് ഒരേ വിദ്യാഭ്യാസവും ഒരേ ജോബ് റോളും ഉള്ള ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പേ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിയലി ബിഗ് ആൻഡ് റിയൽ ആൻഡ് പെർസിസ്റ്റന്റ് എന്നാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. ഓക്കെ. Now, one of the most basic norms should be equal pay for equal work. It is a direct quote from Lagarde's speech. Okay. So, എന്താണ് ഇവിടെ പറയുന്നത്? See, actually, this is a rallying call. Okay. Lagarde demands fairness as a fundamental principle, not a privilege. Okay. Fairness എന്ന് പറയുന്നത് ഈക്വൽ വർക്കിന് ഈക്വൽ പേ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രിവിലേജ് ആയിട്ടല്ല ഇവിടെ ലഗാർഡ് പറയുന്നത്, മറിച്ച് അതൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്, isn't it, ഓഫ് ഫെയർനെസ്. ഓക്കെ. സോ ഷീസ് ഡിമാൻഡിങ് ഫെയർനെസ്. ഓക്കെ. സോ സ്ത്രീകൾക്ക് വളരെ ലോ പേയിങ് ആയിട്ടുള്ള, ലോ സ്റ്റേറ്റസ് ആയിട്ടുള്ള, ലോ സെക്യൂരിറ്റി ജോബ്സ് ആണ് കിട്ടുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗ്ലോബലി പേ ഗ്യാപ്പ് ബിറ്റ്വീൻ വിമൻ ആൻഡ് മെൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് പറയുന്നു. ആൻഡ് ഷീ ഈസ് ഡിമാൻഡിങ് ഫോർ ഫെയർനെസ് ബൈ സേയിങ് ദാറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് മസ്റ്റ് ബി ദെയർ. ഓക്കെ. ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ആർ മോസ്റ്റ് ബേസിക് നോംസ് എന്ന് ഇവിടെ ലഗാർഡ് പറയുന്നുണ്ട്. ഓക്കെ. സോ ദാറ്റ് സിംപ്ലി മീൻസ് ഒരേ വിദ്യാഭ്യാസമുള്ള ഒരേ ജോബ് റോളിൽ വരുന്ന ആളുകൾ അല്ലെ, അപ്പം അത് സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദമില്ലാതെ അവർക്ക് തുല്യ വേതനം കിട്ടണം എന്നുള്ളതാണ് ലഗാർഡ് ഇവിടെ പറയുന്നത്. ഓക്കെ. റൈറ്റ്. ആൻഡ് ലെറ്റ് us speak about the economic impact too. So research shows that eliminating gender gaps in economic participation can bring an increase in per capita income. ഓക്കെ. അപ്പം റിസർച്ച് ചെയ്തത് പ്രകാരം, ഓക്കെ, റിസർച്ചിൽ പലരും കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ക്ലോസിംഗ് ദ ജെൻഡർ ഗ്യാപ്പ് ബെനിഫിറ്റ്സ് എൻറ്റയർ എക്കണോമീസ് എന്നുള്ളതാണ്. ഓക്കെ. സ്ത്രീകളെ മാത്രമല്ല, എൻറ്റയർ എക്കണോമീസിനെ ബെനിഫിഷ്യൽ ആവുന്ന രീതിക്കായിരിക്കും ജെൻഡർ ഗ്യാപ്സ് അല്ലെ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നേഷനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുക. ഓക്കെ. സോ ഹയർ പെർ ക്യാപിറ്റ ഇൻകം മീൻസ് ഗ്രേറ്റർ പ്രോസ്പെറിറ്റി ഫോർ ഓൾ സിറ്റിസൻസ് അല്ലെ. ഹയർ പെർ ക്യാപിറ്റ ഇൻകം വരുന്ന സമയത്ത് എല്ലാ സിറ്റിസൻസിനും ഗ്രേറ്റർ പ്രോസ്പെറിറ്റി കിട്ടും എന്നതിൽ സംശയമില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ലഗാർഡ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? Women are getting only low paying, low status and low security jobs. രണ്ടാമത്തെ കാര്യം എന്താണ്? She's speaking about the pay gap അല്ലെ. അപ്പം ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 as much as men എന്നാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. അതുപോലെ ഷീസ് ഡിമാൻഡിങ് ഫോർ ഫെയർനെസ് അല്ലെ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളതാണ് അവര് ഒരു ബേസിക് നോമായിട്ട് അല്ലെ വെൻ ഇറ്റ് കംസ് ടു ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ വരേണ്ടത് എന്ന് ലഗാർഡ് പറയുന്നു. അതുപോലെ റിസർച്ച് പ്രകാരം അല്ലെ, നടത്തിയ പല റിസർച്ചുകളും പ്രകാരം എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് എൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം എന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ ജെൻഡർ ഗ്യാപ്സ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെർ ക്യാപിറ്റ ഇൻകം കൂട്ടാനും അതുവഴി ഓൾ സിറ്റിസൺ അല്ലെ, സ്ത്രീകളുടെ മാത്രമല്ല എല്ലാ സിറ്റിസന്റെയും പ്രോസ്പെറിറ്റി എൻഷുർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ലഗാർഡ് പറയുന്നത്. ഓക്കെ. റൈറ്റ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് എൽ, ദാറ്റ് ഈസ് ലീഡർഷിപ്പ്. ഓക്കെ. ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് ഇനേബിൾസ് വിമൻ ടു റൈസ് അല്ലെ. ഇറ്റ് ഇനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ് എന്നാണ് ലഗാർഡ് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു ഭാഗത്ത് there is plenty of room for improvement എന്നും പറയുന്നു. ഓക്കെ. ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ലീഡർഷിപ്പ് ആണ് ആക്ച്വലി സ്ത്രീകളെ ഓർഗനൈസേഷന്റെ ടോപ്പ് പൊസിഷനിലോട്ട് എത്തുന്നതിനും അതുപോലെ സൊസൈറ്റിയുടെ ഏറ്റവും ഹയസ്റ്റ് ലാഡറിലോട്ട് എത്തിപ്പെടുന്നതിനും ഒക്കെ സഹായിക്കുന്നത് യൂസിങ് ദെയർ നാച്ചുറൽ ഗിഫ്റ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇന്നേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇൻബോൺ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ. അപ്പം അക്വയർ ചെയ്തതല്ലാത്ത നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള എബിലിറ്റീസ് വെച്ച് സ്ത്രീകൾക്ക് അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പുറത്തെടുത്തുകൊണ്ട്
സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഏതൊരു ടോപ്പ് മോസ്റ്റ് ഓർഗനൈസേഷന്റെയും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലോട്ട് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ലഗാർഡ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഷീ ഓൾസോ സ്പീക്സ് അബൌട്ട് കൺസെൻസസ് ആൻഡ് ഇൻക്ലൂഷൻ. Okay, so she says when women lead, they make decisions based on consensus building, inclusion, compassion, and a focus on long-term sustainability. Okay, അപ്പം സ്ത്രീകളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ കുറിച്ചാണ്, ലീഡർഷിപ്പ് കാലിബറെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ സ്ത്രീകളുടെ ലീഡർഷിപ്പിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് ആണ് ആൻഡ് ഓൾസോ ഫോർവേഡ് തിങ്കിങ് ആണ് എന്നാണ് ഇവിടെ നമ്മുടെ ലഗാർഡ് പറയുന്നത്. ഓക്കെ, സോ കൺസെൻസസ് ബിൽഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീക്കിംഗ് അഗ്രിമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ബ്രിങ്ങിങ് എവ്രി വൺ ഇൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ മേക്കിംഗ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ സ്ത്രീകൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം കൺസെൻസസ് ബിൽഡിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രോസസ് ഓഫ് അച്ചീവിംഗ് എഗ്രിമെന്റ് അമംഗ് എ ഗ്രൂപ്പ് ത്രൂ ഡിസ്കഷൻ. ഓക്കെ, ഡിസ്കഷനിലൂടെ, നെഗോസിയേഷനിലൂടെ, കോപ്പറേഷനിലൂടെ ഒക്കെ ഒരു ഗ്രൂപ്പിനെ ഓക്കെ താൻ പറയുന്ന കാര്യം അഗ്രി ചെയ്യിപ്പിക്കുന്നതിനെയാണ് കൺസെൻസസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിൽ കൺസെൻസസ് ബിൽഡിങ്ങിലൂടെ, ഇൻക്ലൂഷനിലൂടെ, കമ്പാഷനിലൂടെ, ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ബേസ്ഡ് ഡിസിഷൻസിലൂടെ ഓക്കെ സ്ത്രീകളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ലൈക്ക് റിവീൽ ചെയ്യപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ വിമൻ ലീഡർഷിപ്പ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം മെൻ ലീഡർഷിപ്പ്. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെ ലഗാർഡ് പറയുന്ന മറ്റൊരു കാര്യം, വിമൻ നീഡ് ടു ഡെയർ ദ ഡിഫറൻസ് ആൻഡ് ടു ടേക്ക് റിസ്ക്സ് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ വിമൻ ടു കം ഔട്ട് ഫ്രം ദെയർ കംഫർട്ട് സോൺസ്. ഓക്കെ, അപ്പൊ അവരിപ്പം നിലവിലുള്ളത് ഒരു കംഫർട്ട് സോണിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, അത്തരത്തിലുള്ള ആ കംഫർട്ട് സോൺസിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് അവർക്ക് സാധിക്കണം. ദേ മസ്റ്റ് ബി ഏബിൾ ടു ഫേസ് ദ ചാലഞ്ചസ് ബോൾഡ്ലി ആൻഡ് ഓവർകം ഇറ്റ് എന്നുള്ളതാണ് അവിടെ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. ഓക്കെ, ഡെയർ ദ ഡിഫറൻസ്, ദാറ്റ് ഈസ് ടു ടേക്ക് റിസ്ക്സ് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദിയർ കംഫർട്ട് സോൺസ്. ഓക്കെ, നൗ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും there are certain barriers which will remain forever, like whether providing primary education for girls in a village or executive positions for women in business, barriers will be there. Okay, അപ്പോൾ ഒരു വില്ലേജിൽ പെൺകുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണെങ്കിലും, ഒരു ബിസിനസ്സിൽ സ്ത്രീകൾക്ക് എക്സിക്യൂട്ടീവ് പൊസിഷൻസ് കൊടുക്കുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും, അതിനൊക്കെ നമുക്ക് പലതരത്തിലുള്ള ബാരിയേഴ്സ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി ദേർ. ഓക്കെ, and it is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap its benefits എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്, സി ഇവിടെ ഈവൻ മോട്ടിവേറ്റഡ് വിമൻ ഫേസ് ഒബ്സ്റ്റക്കിൾസ് അറ്റ് എവറി ഫീൽഡ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എത്ര മോട്ടിവേറ്റഡ് ആണ് ഒരു സ്ത്രീ എന്നുണ്ടെങ്കിലും പല ലെവലിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം വി ഓൾസോ നീഡ് ടു നോ ദാറ്റ് ഇംപെഡിമെന്റ് എന്ന് പറയുന്ന സമയത്ത് സം കൈൻഡ് ഓഫ് ബാരിയർ അല്ലെങ്കിൽ ഒബ്സ്റ്റാക്കിൾ ആണ്. ഓക്കെ, prejudice എന്ന് പറയുമ്പോൾ അൺഫെയർ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, സോ Lagarde is actually she's calling for a world free of both structural barriers and mental biases against women. Okay, ഇപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ള മെന്റൽ ബയസസ് ഉണ്ടാവും അല്ലെ, തെറ്റായ മുൻവിധികൾ ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സ്ത്രീകളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ നമ്മുടെ ലഗാർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷി സേസ് ഓക്കെ the empowerment of women is not just for women's sake. Okay, all of society gains when women participate fully. Okay, സ്ത്രീകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കാലിബർ പുറത്തു കൊണ്ടുവരാവുന്ന രീതിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് it is not only the women who are going to benefit, but all, okay, the whole of the society എന്നാണ് പറയുന്നത്. So it is going to be a win-win situation എന്നാണ് പറയുന്നത്. Okay, and the 3 L's will help us to get there എന്ന് ഇവിടെ നമ്മുടെ ലഗാർഡ് പറയുന്നു അല്ലെ. ഈ 3 L's ആയിരിക്കും നമ്മളെ
അവിടെ എത്തുന്നതിനായിട്ട് സഹായിക്കുക എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 3 pillars അല്ലെ, ലേണിംഗും ലേബറും ലീഡർഷിപ്പും. These are Lagarde's roadmap. Okay, together they form a complete framework for achieving women's full participation and empowerment. Okay, right. So if we dare the difference will deliver എന്നുള്ള കൺക്ലൂഷനോട് കൂടിയാണ് ഈ ഒരു സ്പീച്ച് അവസാനിക്കുന്നത്. Okay, this is actually an example for a word play അല്ലെ, ഡയറും ഡെലിവറും, isn't it? So അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? We are bold enough to take risks and make changes. Those changes will produce results എന്നുള്ളതാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. Okay, it is actually a powerful call to action. Okay, ഒരു call to action ആണ് അല്ലെ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു call to action ആണ് ഈ ഒരു conclusion. Okay, what is that? If we dare the difference will deliver. Okay, right. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ വരുന്ന ഏതാനും കീ കോഡ്സ് ഒന്ന് നോക്കാം. സോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കീ കോഡാണ് എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽഡ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദെംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഓക്കെ, അപ്പൊ ഏതൊരു സൊസൈറ്റിയിലെ ഏതൊരു ചേഞ്ചും അല്ലെ, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എഡ്യൂക്കേഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ അല്ലെ, ആ ഒരു ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ നമ്മൾ പറഞ്ഞു, അത് ഷാക്കിൾസ് എന്ന് പറയുന്ന ഒരു മെറ്റഫർ ആണ് ഫോർ ഒപ്രഷൻ ആൻഡ് ഇഗ്നറൻസ്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ ബ്രേക്സ് ദോസ് ചെയിൻസ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കീ കോട്ട് നോക്കാം. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 as much as men, even with the same level of education and the same occupation. ഓക്കെ, അപ്പൊ സെയിം ലെവൽ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും സെയിം ഒക്യുപ്പേഷനിൽ സെയിം ജോബ് റോളിൽ ഇരുന്നിട്ടും സ്ത്രീകൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് മെൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഷി സേസ് ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അല്ലെ, ഈക്വൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് പേ കിട്ടണം എന്നതായിരിക്കണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോമായിട്ട് വരേണ്ടത് when it comes to women empowerment എന്നുള്ളതാണ് അവർ പറയുന്നത്. Okay, and what about the last conclusion? The 3 L's will help us get there. If we dare the difference will deliver, isn't it? Right. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? See, it simply means ലേണിംഗും ലേബറും ലീഡർഷിപ്പും together they form a complete framework for achieving women's full potential and empowerment എന്നതാണ് ഉദ്ദേശിക്കുന്നത്. Okay, so don't forget this powerful call to action. Women must be ready to dare the difference, that is, to take risks and step outside their comfort zones. Okay, with learning, labor, and leadership, the world will reap the benefits of true gender equality. Okay, ശരിയായിട്ടുള്ള ജെൻഡർ ഇക്വാലിറ്റിയുടെ ബെനിഫിറ്റ് റീപ്പ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ലോകത്ത് ഉറപ്പായിട്ടും ലേണിംഗും ലേബറും ലീഡർഷിപ്പും ഒക്കെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ലഗാർഡ് പറയുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഒരു എസ്സേയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So I hope whatever we have discussed today is clear for you. So if you're having any doubts regarding any of the things that we discussed today, feel free to ask me. Okay. അപ്പം ഈ ഒരു സ്പീച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ +2 ഇംഗ്ലീഷ് വീഡിയോസിനായിട്ട് ഈ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു സെഷൻ ഇൻഫർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ +2 മറ്റു ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഹാപ്പി ലേണിംഗ്.